അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാൻഡ്രോ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ആകെ ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇത് 2004 മോഡലാണ്. അപ്പോൾ ഏകദേശം 20 വർഷത്തോളം ആവാറായി. ഹെഡ്ലൈറ്റ് മഞ്ഞപ്പൊടിച്ച് ആകെ ഫെയ്ഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെറിയ ചിലവിൽ എങ്ങനെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കാമെന്നാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് വേണ്ട ഒരു വാക്സ് ആണ്. വണ്ടി പോളിഷ് ചെയ്യാനുള്ള വാക്സ് വേണം. അതിന് ഏകദേശം 380 രൂപ ചിലവ് വരുന്നുണ്ട്. പിന്നെ റബ്ബിംഗ് കോമ്പൗണ്ട് 3M-ൻ്റെയാണ് നല്ലത്. അതിന് ഏകദേശം ഒരു 140 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അത് വേറെ ടർട്ടിൽ വാക്സിൻ്റെ ഏതിൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ട് ആയാലും പ്രശ്നമില്ല. പിന്നെ വേണ്ടത് 1000-ൻ്റെ വാട്ടർ പേപ്പറാണ്. ഇതിന് ഏകദേശം 30 രൂപയാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് കോട്ടൺ വേസ്റ്റ്. അതൊരു ബണ്ടിലിന് 50 രൂപ റേഞ്ച് വരുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് 1000-ൻ്റെ പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗം കീറെടുക്കുക. ഇതിൽ കുറച്ച് ക്ലോസപ്പ് ആയിട്ടാണ് വീഡിയോ കാണിക്കുന്നത്. അടുത്ത ക്ലിപ്പോട്ട് കുറച്ച് ബാക്കാവും. ഇത് കറക്റ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ റബ്ബിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് ക്യാമറ പിടിച്ചേക്കുന്നത്. അപ്പോൾ വന്നിട്ട് നമ്മുടെ ഈ 1000-ൻ്റെ പേപ്പർ എത്രയാണ് കീറിയെടുത്തേക്കുന്നത് അത് രണ്ടായിട്ട് മടക്കുക. മടക്കിയിട്ട് തുല്യ രീതിയിൽ മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്തൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് ആ കപ്പിൽ ആ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലേക്ക് കപ്പിൽ നിന്ന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ വെറ്റ് സാൻഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സാൻഡ് പേപ്പർ നനച്ചിട്ട് ഇതിൻ്റെ മോഷൻ പറഞ്ഞ റൗണ്ട് ഏകദേശം കറക്കി വട്ടത്തിൽ അങ്ങോട്ട് സാൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ബലം പിടിച്ച് ഉറക്കണമെന്നില്ല, ഒരു മീഡിയം ബലത്തിൽ ഉറച്ചാൽ മതി. കാരണം നമ്മളൊരു 3 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യണം. എന്നാലേ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ ആ മഞ്ഞപ്പ് അത് അഴുക്കാണോ ഇനി ഇത്രയും നാൾ പഴകിയതിൻ്റെ ആ മെറ്റീരിയൽ പഴകി കളർ ഫെയ്ഡ് ആയിക്കണമെന്ന് അറിയാം. എനിക്കതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് അറിയാൻ പാടില്ല. എന്നാൽ തന്നെയും ആ മഞ്ഞപ്പ് അങ്ങ് പോകുള്ളൂ. കണ്ടോ ഇപ്പോൾ തന്നെ ഞാൻ വലിയ ബലമൊന്നും കൊടുത്തിട്ടില്ല. ചെറുതായിട്ട് കുറച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മഞ്ഞപ്പ് കണ്ട മഞ്ഞ കളർ വന്നേക്കണം. കണ്ട അതങ്ങോട്ട് ഒരിഞ്ഞൊരിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ റൗണ്ടായിട്ട് തന്നെ ഉരച്ച് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ സ്ക്വയർ നേരെ വട്ടത്തിൽ ഉരച്ചാൽ അതുമ്പോൾ സ്ക്രാച്ച് വീഴും. കാരണം 1000-ൻ്റെ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് അരമുള്ള പേപ്പറാണ്. 2000-ൻ്റെയും 1500-ൻ്റെയും ഇടാം, പക്ഷെ അത് വളരെ സ്മൂത്തായി പോകും. അപ്പോൾ നമുക്ക് പണി ഇരട്ടിയാവും. അപ്പോൾ 3 റൗണ്ട് എന്നുള്ളത് 4 റൗണ്ട് 5 റൗണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തന്നെ കാണാം, ഫസ്റ്റ് റൗണ്ട് ചെയ്തപ്പോൾ തന്നെ ഒരു നന്നായിട്ട് അഴുക്ക് പോന്നിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ താഴേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ ഈ പേപ്പറും നമ്മുടെ സാൻഡ് പേപ്പറും അതുപോലെ തന്നെ ഒന്ന് മുക്കിയെടുക്കുക. സെക്കൻഡ് റൗണ്ടിലും ചെയ്യേണ്ടത് ഇതെല്ലാം പ്രോസസ്സാണ്. കണ്ടോ പഴയതിനേക്കാളും കുറച്ചുകൂടി വെളുത്തിട്ടുണ്ട് ലൈറ്റ്. എന്നാൽ തന്നെ നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ട് സെയിം സാൻഡ് പേപ്പർ വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ടിൽ ഉരച്ച് കൊടുക്കുക. ഇപ്പോൾ മഞ്ഞ കളറായിരിക്കില്ല മെറ്റീരിയൽ ഉരഞ്ഞു പോകുന്നത്, കുറച്ചുകൂടി വെള്ള കളറിലായിരിക്കും. എന്നാലും നമ്മൾ ചെയ്ത് കൊടുക്കുക. എന്നാലും ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് വെളുത്ത് കിട്ടും. 3rd റൗണ്ടിലും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. റൗണ്ടിൽ ഭംഗിയായിട്ട് ഉരച്ച് കൊടുക്കുക. ഇപ്പോൾ കുറേ കൂടി ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. എന്നാൽ തന്നെയും 1000-ൻ്റെ പേപ്പർ ഇട്ട് നമ്മൾ ഉരച്ചുകൊണ്ട് അതിൻ്റേതായ സ്ക്രാച്ചുകൾ ലൈറ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മൂടൽ പോലെ, വെള്ളയാണെങ്കിലും ഒരു മൂടൽ ഒരു പുക പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് തീർക്കാനായിട്ടാണ് അടുത്ത പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഫുള്ള് മനസ്സിലാവില്ല, പ്രോസസ്സ് തീരില്ല. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ കണ്ടോ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോഴും ഉരയ്ക്കുമ്പോഴാണ് ചെറിയ വെള്ള കളറിലെ തരി ഐറ്റംസ് ആണ് പോന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഹെഡ്ലൈറ്റിൻ്റെ മെറ്റീരിയലാണ്. അതിൻ്റെ ഔട്ടർ പോർഷനിൽ കോട്ടിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി സാൻഡ് ചെയ്യണമെന്ന ആവശ്യം ഇല്ല. ഏകദേശം നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് അങ്ങ് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ ഈ പരിപാടി ചെയ്യാനായിട്ട് മൊത്തം എനിക്ക് ഏകദേശം 600 രൂപയോളം കോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് ആ വാക്സിൻ്റെയും റബ്ബിംഗ് കോമ്പൗണ്ടിൻ്റെയും പൈസയാണ്. വാക്സിന് 380 രൂപയും റബ്ബിംഗ് കോമ്പൗണ്ടിന് 180 രൂപ ചിലവായിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് സാധനത്തിന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ നമ്മൾ ഈ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 10% താഴെ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വീട്ടിൽ വണ്ടി ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്യാനൊക്കെ ആയിട്ട് ചെറിയ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ അതെല്ലാം കളയാനായിട്ട് ഈ റബ്ബിംഗ് കോമ്പൗണ്ട് യൂസ് ചെയ്യുക. സെയിം തന്നെ വാക്സ് പോളിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പൈസ നഷ്ടപ്പെട്ടു പോവില്ല. 4ാമത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കണ്ട നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ പീസ് ഗിയർ എടുത്തിട്ട്, കോട്ടൺ വേസ്റ്റിൻ്റെ പീസ് ഗിയർ എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങ് ഫുള്ള് തുടച്ച് ക്ലീൻ ചെയ്യാം. ഇനി അടുത്ത പ്രോസസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റബ്ബിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സർഫസ് നല്ലപോലെ വൃത്തിയായിരിക്കണം. എന്നാലത് കറക്റ്റായിട്ട് ഫുള്ള് അപ്ലൈ ചെയ്ത് അതിൽ കറക്റ്റായിട്ട് പിടിച്ചിരിക്കുള്ളൂ. റബ്ബിംഗ് കോമ്പൗണ്ട് നമ്മളൊരു 5 മിനിറ്റിന് മുകളിൽ അതിൽ തേച്ച് പിടിപ്പിക്കണം.
എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ആ മെറ്റീരിയലിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ സർഫസിലേക്ക് ഇറങ്ങി ഉപയോഗം വരുള്ളൂ. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 3M റബ്ബിംഗ് കോമ്പൗണ്ടാണ്. ഏകദേശം 140 രൂപയോളം വരുന്നുണ്ട്. വേറെ കമ്പനീസ് ഉണ്ട്, അതിന് 100 120 രൂപയുടെയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം തൊട്ടടുത്ത പെയിൻറ്റിങ് ഷോപ്പുകളിൽ, പെയിൻറ്റിൻ്റെ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ഷോപ്പുകളിൽ കിട്ടും. അപ്പോൾ അത് തുറന്നിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. അവസാനത്തെ തരികളാണ്, കുറച്ചുള്ളൂ വളരെ. അപ്പോൾ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം, നല്ല ഭംഗിയായിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. അതിപ്പോൾ എന്താ പറയുക, ബോണറ്റിലും ബമ്പറിലൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു വെള്ളം വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, സ്ക്രാച്ച് പാടൊന്നും വീഴൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ വൃത്തിയായിട്ട് നല്ല ഭംഗിയിൽ എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഉപയോഗത്തിൽ കൊള്ളുള്ളൂ. ഈ റബ്ബിംഗ് കോമ്പൗണ്ടാണ് വണ്ടിയുടെ സ്ക്രാച്ച്, ഈ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് വരച്ചിട്ടുള്ള സ്ക്രാച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ 2 പ്രാവശ്യമെങ്കിലും ചെയ്യണം. റബ്ബിംഗ് കോമ്പൗണ്ട് ഉറക്കേണ്ടതും കുറച്ച് കളയേണ്ടതും സെയിം തന്നെ, സർക്കുലറിൽ വട്ടത്തിൽ ഉരച്ച് കളയണ്ട. ഇപ്പോൾ തന്നെ ഉരയ്ക്കുമ്പോൾ അത് പോകുമ്പോൾ തന്നെ കണ്ട തെളിഞ്ഞ് വരുന്നത്, ആ മഞ്ഞപ്പൊക്കെ മാറി നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി സ്ക്വയറിൽ അറ്റം ഫുള്ള് ആദ്യം കോർണറുകളെല്ലാം കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ സെൻറ്റർ പോർഷൻ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ റബ്ബിംഗ് കോമ്പൗണ്ട് നമ്മൾ പിടിച്ച് ഇരിക്കുക. അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും. ആ കോട്ടൺ വേസ്റ്റ് ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പോർഷൻ ആ വൃത്തിയുള്ള സ്ഥലമായതുകൊണ്ട് അത് വെച്ച് റബ്ബ് ചെയ്യുക. അങ്ങനെ നീക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്നാലും അത് കറക്റ്റായിട്ട് റബ്ബ് ചെയ്ത് വൃത്തിയായിട്ട് പോരുള്ളൂ. ഫുള്ള് കണ്ട വീണ്ടും അവിടെ ഡേർട്ടിയായി. അതുകൊണ്ട് അടുത്ത് ഒന്ന് നീക്കി കൊടുത്തു. അങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്കെല്ലാം വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം പുറത്തൊക്കെ കൊടുത്ത് ചെയ്യണമെങ്കിൽ ഒരു ലൈറ്റിനുണ്ട്. ഞാനൊരു 2 വർഷം മുമ്പ് ചെയ്തപ്പോൾ എൻ്റെ 1200 രൂപ മേടിച്ചിരുന്നു. അന്ന് Volkswagen Polo ആയിരുന്നു. ഇതിപ്പോൾ എനിക്ക് ആയി കൊടുക്കണ്ട, നിസ്സാര പൈസ 600 കൊടുത്ത് ചിലവായുള്ളൊരു 10 കാർ ഇനിയും ചെയ്യാവുന്നതാണ്. ഈ പൈസ ഉണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ വെച്ചിട്ട് എനിക്ക് ഇനിയും ചെയ്യാവുന്നതാണ്. സാൻഡ് പേപ്പർ മാത്രം മേടിക്കേണ്ട ആവശ്യമുള്ളൂ. സാൻഡ് പേപ്പറും മേടിക്കണം, കോട്ടൺ വേസ്റ്റും മേടിക്കേണ്ടി വരും. ഒരു 20 ഹെഡ്ലൈറ്റ് എനിക്ക് ഈ പൈസ കൊണ്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ. സെയിം തന്നെ സെക്കൻഡ് റൗണ്ടിലും ചെയ്യുക. റബ്ബിംഗ് കോമ്പൗണ്ട് നല്ലപോലെ വൃത്തിയായിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഹെഡ്ലൈറ്റിന് ചുറ്റും 4 പാടും പൊതിഞ്ഞങ്ങ് തേച്ച് പിടിപ്പിക്കുക. ഇത് ഏകദേശം ഒരു 5 മിനിറ്റോളം ഉണങ്ങാൻ വെക്കുക. എന്നിട്ട് മാത്രമേ കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് തുടച്ച് കളയേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ തന്നെ അത്യാവശ്യം വേണ്ടപ്പെട്ട സ്ക്രാച്ചുകളെല്ലാം, വലിയ സ്ക്രാച്ചുകളെല്ലാം തീർന്നിട്ടുണ്ടാവും. നമ്മുടെ സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നതും സെയിം തന്നെ, ചെറിയ മൈന്യൂട്ടായ സ്ക്രാച്ചുകളും ഹെഡ്ലൈറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയാണ് റബ്ബിംഗ് കോമ്പൗണ്ട് രണ്ടാമത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റബ്ബിങ്ങിൻ്റെ പരിപാടിയെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പോളിഷിംഗ് ആണ്. അതിന് 3M വാക്സ് പോളിഷാണ് യൂസ് ചെയ്യുന്നത്. പ്രീമിയം വാക്സ് പോളിഷാണ് യൂസ് ചെയ്യുന്നത്. അതും സെയിം തന്നെ, എടുത്ത് കയ്യിൽ നല്ലപോലെ എടുത്തിട്ട് ഫുള്ള് തേച്ച് പിടിപ്പിക്കുക. ഇത് വെയിറ്റ് ചെയ്യാനും നിൽക്കണ്ട, നമുക്ക് എന്താ പറയുക, ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നേരെ കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് ആവശ്യത്തിന് ഉള്ള ക്വാണ്ടിറ്റി കോട്ടൺ വേസ്റ്റ് എടുക്കുക, കയ്യും തൂത്ത് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഉരച്ച് ആ വാക്സ് നമ്മൾ ഉരച്ച് ഹെഡ്ലൈറ്റ് തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ തന്നെ കണ്ട അതിൻ്റെ ഫുള്ള് ഏകദേശം പുത്തൻ ഹെഡ്ലൈറ്റ് പോലെ ആയിട്ടുണ്ട്. ആ ഉള്ളിലെ ലൈനിങ് വരെയും കാണാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒന്നുകൂടി രണ്ടാമത്തെ റൗണ്ട് കൂടി 2 റൗണ്ട് അല്ലെങ്കിൽ 3 റൗണ്ട് ചെയ്താലും കുഴപ്പമില്ല, പോളിഷിങ് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം മാറി നല്ല തിളക്കം കിട്ടും, നല്ല ഫിനിഷിങ് കിട്ടും. നമ്മുടെ ഹെഡ്ലൈറ്റ് കാണാം, ഏകദേശം 20 വർഷം പഴക്കമുള്ള വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണെന്ന് കണ്ടാൽ പറയില്ലെന്ന് വിശ്വസിക്കാം. ഇപ്പോൾ രാത്രിയിൽ നമുക്ക് ഹെഡ്ലൈറ്റ് പക്കയായിട്ട് വർക്ക് ചെയ്യും. ലൈറ്റ് ഫുള്ള് പാസ് ചെയ്ത് പോയി ഫുള്ള് ലൈറ്റിൻ്റെ യൂട്ടിലൈസേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആകെ ചെറിയ ഒരു എമൗണ്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഈ വർക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എന്നാൽ തന്നെയും എന്താ പറയുക, ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത് 22,500 കൊടുത്ത് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞാനിപ്പോൾ ഇതിൽ 2 റൗണ്ട് എന്നാണ്, പക്ഷേ 3ാമത്തെ റൗണ്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. 3 റൗണ്ട് ഞാൻ പോളിഷ് ചെയ്തു. ഇപ്പോൾ അതുകൂടാതെ ഇങ്ങനെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വെള്ളമൊന്നും നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചിരിക്കില്ല. ആ വാക്സിൻ്റെ കോട്ടിങ് ഉള്ളതുകൊണ്ട് വെള്ളം പിടിച്ചിരിക്കില്ല. ആ ഒരു ബെനിഫിറ്റ് കൂടെ കിട്ടും. അങ്ങനെ 3ാമത്തെ റൗണ്ടും കൂടി നമ്മളത് പോളിഷ് ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വണ്ടി ആദ്യം നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫോട്ടോ മുകളിലുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.